നടി തൃഷയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കഴിഞ്ഞ ദിവസമാണ് നടനും സംവിധായകനുമായ പാർത്ഥിപൻ ഖേദം പ്രകടിപ്പിച്ചത്. ഒരു അവാർഡ് പരിപാടിക്കിടെയായിരുന്നു പാർത്ഥിപൻ്റെ വിവാദ പരാമർശം. ഇതിനെതിരെ തൃഷ രൂക്ഷ വിമർശനം ഉന്നയിച്ചതോടെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ താൻ പറഞ്ഞതിനെക്കുറിച്ചുള്ള വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം. തൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത 8 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. തെറ്റും അബദ്ധവും തമ്മിൽ വ്യത്യാസമുണ്ട്. അബദ്ധം എന്നത് ഒരാൾ അറിയാതെ ചെയ്യുന്നതാണ്, തെറ്റാകട്ടെ മനഃപൂർവ്വം ചെയ്യുന്നതും. അതുപോലെ മാപ്പ് പറയുന്നതും ഖേദം പ്രകടിപ്പിക്കുന്നതും തമ്മിലും വ്യത്യാസമുണ്ട്, പാർത്ഥിപൻ പറഞ്ഞു. അവാർഡ് പരിപാടിയിൽ ഞാൻ ദളപതി വിജയെയും അജിത് കുമാറിനെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെയുള്ള സ്ക്രീനിൽ തൃഷയുടെ ചിത്രം കാണുവാൻ സാധിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ആ സമയം എങ്ങനെ പ്രതികരിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. തൃഷയുടെ ചിത്രം പ്രദർശിപ്പിക്കാൻ ഞാൻ പ്രത്യേകമായി ആവശ്യപ്പെട്ടു എന്ന ആരോപണം 100% തെറ്റാണ്, അദ്ദേഹം തുടർന്നു. ഒരുപാട് തടസ്സങ്ങൾ മറികടന്നാണ് വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. തൃഷയ്ക്കൊപ്പം അദ്ദേഹം വിവാഹത്തിൽ പങ്കെടുത്ത സംഭവം ഉണ്ടാക്കിയ അത്ര പരിക്ക് അദ്ദേഹത്തിന് കരൂർ ദുരന്തം പോലും ഉണ്ടാക്കിയിട്ടില്ല. തൃഷ ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അതാണ് എൻ്റെ ഉള്ളിലെ ചിന്ത. അത് പറയണം എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല ഞാൻ സ്റ്റേജിലേക്ക് പോയത്, പാർത്ഥിപൻ പറഞ്ഞു. പാർത്ഥിപനും തൃഷയും അടുത്തിടെ മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയിൻ സെൽവൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. കുന്തവൈ, ചിന്നപ്പേട്ടുവയൻ എന്നീ കഥാപാത്രങ്ങളെയാണ് യഥാക്രമം തൃഷയും പാർത്ഥിപനും വേഷമിട്ടിരുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഗലാട്ട അവാർഡ് ദാന വേദിയിൽ തൃഷയുടെ ചിത്രം കാണിച്ചുകൊണ്ട് കുന്തവയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അവതാരകർ ചോദിച്ചപ്പോഴായിരുന്നു പാർത്ഥിപൻ വിമർശനം ഉന്നയിച്ചത്. ഈ കുന്തവയെ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലിരുത്തേണ്ടതാണ്, അതാണ് നല്ലത്, അവരെ പുറത്തു വിടരുത് എന്നാണ് പാർത്ഥിപൻ പ്രതികരിച്ചത്. ഇതിനെതിരെ തൃഷ രംഗത്തെത്തി. പിന്നാലെയാണ് പാർത്ഥിപൻ ഖേദം പ്രകടിപ്പിച്ചത്. സംഭവിച്ചതിൽ തെറ്റുപറ്റി, ഖേദിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നായിരുന്നു പാർത്ഥിപൻ്റെ പ്രതികരണം. അതിനിടെ രാഷ്ട്രീയ നേതാവായ വിജയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് താൻ ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്ന് നടിയും അവതാരകയുമായ ലക്ഷ്മി രാമകൃഷ്ണൻ പറഞ്ഞു. തൻ്റെ പ്രസ്താവനകൾ സന്ദർഭത്തിൽ നിന്ന് വളച്ചൊടിച്ചതാണെന്നും അത് വ്യക്തികളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നില്ല എന്നും ലക്ഷ്മി എക്സിൽ കുറിച്ചു. ഞാൻ വിജയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനം അർഹിക്കുന്ന ഒരു സഹകലാകാരനായിട്ട് മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ അമ്മയോട് എനിക്ക് എപ്പോഴും ആഴത്തിലുള്ള ബഹുമാനമുണ്ട്. അടുത്തിടെ ഞാൻ ഒരു വേദിയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനവുമായും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളുമായും തെറ്റായി കൂട്ടിവായിക്കുകയായിരുന്നുവെന്നും ലക്ഷ്മി വ്യക്തമാക്കി. ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടാണ് ലക്ഷ്മി അടുത്തിടെ സംസാരിച്ചത്. വ്യക്തിപരമായ ആഗ്രഹത്താൽ മാത്രം രാഷ്ട്രീയം പാടില്ലെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പൂർണ്ണ അറിവുണ്ടായിരിക്കണം എന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടതെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു.